ആ കയ്യിൽ കുറച്ച് പൈസ ഇട്ടിപ്പോൾ എന്ത് വിചാരിച്ചു, മുടി അങ്ങോട്ട് വെട്ടാൻ വിചാരിച്ചു. പക്ഷെ എൻ്റെ മുടി കാണാനൊരു ഭംഗിയില്ലാത്തത് കൊണ്ട് വെട്ടാം, അപ്പോൾ ഭംഗി ഉണ്ടാവുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ പോണത്. അപ്പോൾ മുടി വെട്ടാൻ പോകുന്നത് ഗ്ലാമിക്കാട്ടോ. അവിടെ നല്ല സർവീസാണ്, എല്ലാവരും നല്ല കമ്പനിയാണ്, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മുടി വെട്ടണം എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു വെട്ടണം, നല്ല മുടിയല്ലേ, ഇപ്പോൾ വെട്ടി നശിപ്പിക്കണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഫുൾ നെഗറ്റീവേ. ഞാനിതെന്താ മുടി വെട്ടാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നെഗറ്റീവ് അടിക്കുക. പക്ഷേ എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എൻ്റെ മുടിയല്ലേ, എനിക്ക് നല്ല പേടിയുണ്ടാവും. ഇനി മുടി ഇവർ കൊളാക്കുമോ. ഞാൻ ഫുള്ള് വെട്ടണതിൻ്റെ അതുവരെ ഞാൻ സുലുവിനോട് ഓതിയത് അതാണ്, എൻ്റെ മുടി ഇവർ കൊളാക്കുമോ, എനിക്ക് ആ ചേച്ചി വെട്ടണ്ടേക്ക് ഈ ചേച്ചി വെട്ടിയാൽ മതി, ഞങ്ങളങ്ങനെ നിന്ന് പറയുക. സുലു മൊത്തം ഇത് കണ്ടിരിക്കുക, സുലുക്കേറുന്ന അവസ്ഥ. അങ്ങനെ മുടിയൊക്കെ വെട്ടി ഇറങ്ങി നേരെ കടയിൽ പോയി പപ്സും ചായയൊക്കെ കുടിച്ചു. പിന്നെ എന്നെ കൊണ്ടുവരാൻ ചേച്ചി വന്നു. അങ്ങനെ വീട്ടിലെത്തി അമ്മേനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ കഷ്ടപ്പെട്ട് വളർത്തിയ മുടി വെട്ടിയിട്ട് എങ്ങനെ എൻ്റെ അമ്മ ഇതായിരുന്നു അമ്മേൻ്റെ ഡയലോഗ്. ചേച്ചീനോട് ചോദിച്ചപ്പോൾ നല്ല രസമുണ്ട്, എന്ത് പപ്സേ ഇന്നെ കളി വെക്കുക. അപ്പം അത്രേ ഉള്ളൂ, ബൈ.